ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യം നോക്കാം. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 5 ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളതെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ഇൻസെക്യൂർ ഫീലിങ്സ് ആണ് അവർക്കുള്ളത്. വല്ലാത്ത ഒരു പേടി തോന്നുന്നത് പോലെ അവർക്ക് ആ ഒരു പേടി, ഒരു ഭയം എപ്പോഴും അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. വളരെ ഇൻസെക്യൂർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ വ്യക്തി ചിന്തിക്കുന്നത്, ഞാൻ ഒരു സൈഡിലേക്ക് ഒന്നും കൊടുത്തിട്ടില്ല. എൻ്റെ സ്നേഹമായാലും ഇമോഷൻസ് ആയാലും എല്ലാം ഞാൻ മറ്റൊരു വശത്തേക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടത്ര ഒരു സ്നേഹവും പരിഗണനയും തരാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന കാര്യം അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നു. ആ ഒരു തിരിച്ചറിവ് അവർക്ക് വളരെയധികം ഒരു ഇൻസെക്യൂർ ഫീലിങ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ കൊടുക്കുന്നു, വല്ലാത്തൊരു ഭയം കൊടുക്കുന്നു. അതൊക്കെ എന്തിൽ നിന്നാന്ന് വെച്ചാൽ അവർക്കൊരു കുറ്റബോധം ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു നിങ്ങൾക്ക് സ്നേഹവും പരിഗണനയും ഒക്കെ തരാതിരുന്ന ഒരു സമയം ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം കുറ്റബോധം ഉണ്ടാകുകയാണ്. അപ്പോൾ ആ ഒരു കുറ്റബോധം ഇവരിൽ ഇൻസെക്യൂർ ഫീലിങ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ചെയ്തത് ശരിയായില്ല എന്ന രീതിയിലുള്ള ചിന്തകളാണ് അവർക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതുവരെയും അവർ വേണ്ടത്ര ഒരു സ്നേഹം തന്നിട്ടില്ല. ഇനി അങ്ങനെ പോരാ, ഇവിടെ ഒരു പുതിയ തുടക്കം വേണമെന്നും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്നും ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് വളരെയധികം. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാത്തത് കൊണ്ട് ഇവർക്ക് വളരെയധികം ഒരു കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സ്റ്റാർട്ട് വേണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഫീലിങ്സ് നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി ആരുടെ കൂടെ ആണെങ്കിലും ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും അവർ അവിടെ അത്ര ഒരു കംഫർട്ടബിൾ അല്ല എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല, അവരെ കെയർ ചെയ്യുന്ന ആരും തന്നെ അവരുടെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നല്ല ഒരു കെയറിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ എന്ത് കാര്യത്തിനും കൂടെ നിന്ന് ഒരു ഗൈഡൻസ് ഒക്കെ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ഈ ഒരു സമയത്തൊക്കെ നിങ്ങളെ ഓർക്കുന്നത്. അവരിപ്പോൾ ഉള്ള ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് സാഹചര്യത്തിലാണ് അവർ, ഏത് സിറ്റുവേഷനിലാണ് അവരുള്ളതെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ അവരൊട്ടും സംതൃപ്തരല്ല എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഫിസിക്കലി കുറിച്ചൊരു വീക്ക് ആണെന്ന് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസിനേറ്റ് ആവുമെന്ന് അറിയില്ല, നമുക്ക് അങ്ങനെ ഒരു എനർജികൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറയുന്ന ഒരു എന്ത് കാര്യത്തെക്കുറിച്ചും സംസാരിക്കാനായിട്ട് നിങ്ങൾ തമ്മിൽ അത്രയധികം ഒരു അടുപ്പം ഉണ്ടായിരുന്ന വ്യക്തികളാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്ത് കാര്യത്തെക്കുറിച്ചും ഒരു മടിയുമില്ലാതെ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ഈ വ്യക്തിക്ക് ഒരു മടിയുമില്ലായിരുന്നു. പക്ഷെ ഇവർക്ക് മറ്റുള്ള ആളുകളോടൊക്കെ അങ്ങനെ ഒന്ന് തുറന്നു പറയാനോ, അല്ലെങ്കിൽ ഇപ്പം ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലുള്ളവരോടോ ഒന്നും അവരുടെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇവരുടേതായ പേഴ്സണൽ മാറ്റേഴ്സോ ഒന്നും തന്നെ ഒന്ന് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പൊ ശരിക്കും ഇവർക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമഘട്ടത്തിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
പിന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്നപ്പോഴോ അതിന് മുന്നോ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തി അറിയാവുന്ന സമയം തൊട്ട് ഇവർ വളരെയധികം സെൽഫ് കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളാണ്, അങ്ങനെ നടന്നിരുന്ന വ്യക്തികളാണ്. ഇപ്പോൾ ഇവർക്ക് ഒരു സെൽഫ് കെയർ ഒന്നുമില്ല. അവരിങ്ങനെ എന്തോ പോലെ ഇങ്ങനെ നടക്കുന്നു. ആ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു എനർജി നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങളോടുള്ള ആ ഒരു മിസ് ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധത്തിൽ നിന്നാണ് അവർക്ക് ആ ഒരു ഇതിലേക്ക് സെൽഫ് കെയർ വരെ അവരുടെ കുറഞ്ഞു പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുവാണെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ വളരെ അകൽച്ച വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു കോൺഫ്ലിക്ട്സിലേക്ക് പോയി, പിന്നെ അതൊരു ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് പോയി. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ വളരെയധികം ഒരു അകൽച്ച ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട്. അപ്പൊ ഈ വ്യക്തിയും അത് മനസ്സിലാക്കുന്നു. അപ്പം അത് പെട്ടെന്നൊന്ന് ശരിയാക്കി എടുക്കണം, എല്ലാം ഒന്ന് ശരിയാക്കി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കണം എന്ന്, ആ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കണം എന്ന് വ്യക്തി ചിന്തിക്കുന്നതായിട്ടുള്ള എനർജി വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ആയിട്ട് ഇവരുടെ ഫുൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്ന് പച്ച പിടിച്ച് കാണാനായിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആണ്, ഇമോഷണൽ ആണ്. ഉപദേശങ്ങളൊക്കെ കേൾക്കാനായിട്ട്, മറ്റുള്ളവരുടെ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കാനായിട്ട്, ഒരു ലിസണർ ആകാനൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി ചേഞ്ചസ് ഇവരുടെ ക്യാരക്ടറിൽ വന്നിട്ടുണ്ട്. മുൻപ് അങ്ങനെയൊന്നും ആയിരിക്കില്ലായിരിക്കാം. ഒരു സെൻസിറ്റീവോ അങ്ങനെയൊന്നും ഒരു ഇമോഷൻസും വില കൊടുക്കുന്ന ഒരു വ്യക്തി ഒന്നും ആയിരുന്നില്ലായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ് വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇവരെ ഉപദേശിക്കുന്ന ഏതോ ഒരാള് ഇവരുടെ നിങ്ങളുടെ പേഴ്സണിന്റെ വെൽഫെയർ അല്ലെങ്കിൽ അവർ നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഇവരെ ഉപദേശിക്കുന്നതായിട്ടൊരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് കേട്ട് മുന്നോട്ടേക്ക് വരാനായിട്ടും ഈ ഒരു വ്യക്തി ശ്രമിക്കുന്ന എനർജീസ് വരുന്നുണ്ട് നമുക്ക്. അതുപോലെ വളരെയധികം ഒരു മിസ്സിങ് ഫീലിംഗ് ആണ് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് വളരെയധികം ഈ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല സമയങ്ങളും പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച സമയങ്ങളും ഒക്കെ ഈ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു പോകേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു വില താൻ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഓർത്ത് വളരെയധികം ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നതായിട്ട് എനർജീസ് വരുന്നുണ്ട്. മേ ബി ഈ വ്യക്തി ഒരു വഴക്കുണ്ടാക്കുന്ന സ്വഭാവക്കാരനായിരിക്കാം. അതായത് ഇവരുടെ ഇണക്കത്തിനും പിണക്കത്തിനും എല്ലാം ഒരു വഴക്കുണ്ടാവും. അങ്ങനത്തെ ക്യാരക്ടറുള്ള വ്യക്തിയാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വഴക്കുകളൊക്കെ ഉണ്ടാക്കി വളരെ സ്ട്രെസ്സൊക്കെ നൽകിക്കൊണ്ട് ചിലപ്പോൾ നല്ലൊരു വാക്ക് പോലും പറയാതെ ആയിരിക്കാം അവര് കടന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു സമയമൊക്കെ ഓർത്തിട്ട് ഈ വ്യക്തി വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നു, കുറ്റബോധം തോന്നുന്നുണ്ട്. അവർക്കത് മോശമായി പോയി, ഞാൻ ഇത്രയും മോശമായിട്ടാണല്ലോ ഈ ഒരു പേഴ്സണോട് പെരുമാറിയത് എന്നൊക്കെ ഓർത്ത് അവര് വിഷമിക്കുന്നതായിട്ട് നമുക്ക് എനർജീസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയൊരു റീസ്റ്റാർട്ട് ഉണ്ടായി നിങ്ങൾ വരുമ്പോൾ അവരുടെ ഈ ഒരു സ്വഭാവങ്ങളെല്ലാം മാറ്റണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെക്കണം, നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകണം, എടുത്തുചാട്ടം നിർത്തണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ഈ ഒരു പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളിൽ സന്തോഷിക്കാം എന്നതല്ലാതെ അവർക്ക് യാതൊരു പവറും ഇപ്പൊ അവർ നിൽക്കുന്ന സ്ഥലത്തില്ല. അവർക്കൊരു പവറില്ല. അവർക്ക് ആ ഒരു പവർ നേടിയെടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവർക്കൊരു പവർ കിട്ടണം, ഒരു സ്ട്രെങ്ത് കിട്ടണം. അവരിപ്പോഴും മറ്റുള്ള ആളുകളുടെ കയ്യിൽ ഒരു ചട്ടകം പോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻസോ അങ്ങനെയൊന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവർക്കറിയാം എനിക്കൊരു പവർ വന്നാൽ മാത്രമേ എനിക്ക് ഒരു ഡിസിഷനൊക്കെ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അവർക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പവർ കിട്ടാനായിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എനർജീസാണ് നമുക്ക് വരുന്നത്. അങ്ങനെ ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വന്ന ഒരു റീസ്റ്റാർട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക്. പിന്നെ നിങ്ങൾക്കൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ കാണാനൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന എനർജീസ് ഒക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായ സമയങ്ങളെ കുറിച്ചൊക്കെ ഈ വ്യക്തി ഒത്തിരി ചിന്തിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് തരണമെന്ന്, ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ അതൊക്കെയാണ് അവരുടെ ഒരു പ്രതീക്ഷകളായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. നമുക്ക് കുറച്ച് മെസ്സേജസ് നോക്കാം. എന്താണ് യൂണിവേഴ്സ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, messages from universe, guidance from universe. Okay,
എന്ത് മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനായിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർഹതപ്പെട്ടവരെ സഹായിക്കാൻ ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് ദാനം ആപത്തിന് തടയും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനും സ്ട്രഗിൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒക്കെ ഒരു പരിഹാരം ഉണ്ടാകാനായിട്ട് അതൊരു സഹായകമായി തീരും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതായത് ചാരിറ്റി ചെയ്യാനാണ് ഒരു ഗൈഡൻസ് നമുക്കിവിടെ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ തെറ്റി, അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നല്ലോ എന്നിട്ട് ഇതിങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ മൊത്തം തെറ്റ്, ഞാനാണ് ഇതിനകത്ത് മൊത്തം പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചിലപ്പോൾ പഴിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വില കുറച്ച് കാണിക്കുകയും നിങ്ങളെ ശപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ എനർജീസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ചിലരാണെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരായിരിക്കും. അവര് കാരണമാണ് ഇങ്ങനെ വന്നത്, ഇവര് കാരണമാണ് ഇങ്ങനെ വന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളൊന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ വിഷമങ്ങൾ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുകയോ അങ്ങനെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെയുള്ള മെസ്സേജാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ മാറ്റം, ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് ഉള്ള ഒരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നത് സൈലന്റ് എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എടുത്തു ചാടി അത് ഇട്ട് കലക്കി മറിച്ച് മൊത്തത്തിൽ നശിപ്പിക്കാതെ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. എല്ലാം ഒന്ന് നോക്കി കണ്ട് നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളോട് ഇപ്പോൾ യൂണിവേഴ്സിന് പറയാനായിട്ടുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് എടുത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, യു ആർ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ലൈഫിലെ ബെസ്റ്റ് പാർട്ട്, നിങ്ങളാണ് എന്നുള്ളൊരു കാര്യം അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. യു മേക്ക് മീ ഫീൽ ദാറ്റ് ഐ ആം ദ ഓൺലി വൺ ഇൻ ദ വേൾഡ്. ഓക്കെ, നിങ്ങൾ അവർക്കൊരു ഫീലിങ്സ് കൊടുത്തിരുന്നു. ഈ ലോകത്ത് അവരൊരാൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഒരു ഫീലിങ്സ്, അത്രയധികം നിങ്ങൾ അവരെ കെയർ ചെയ്തു, സ്നേഹിച്ചു എന്നാണ് അവർ പറയുന്നത്. വി എൻജോയ് മേക്കിംഗ് പ്ലാൻസ് ഫോർ അവർ ഫ്യൂച്ചർ ടുഗെദർ. ഓക്കെ, നിങ്ങൾ ഒത്തിരി സമയങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ഒത്തിരി പ്ലാനുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് ഓർക്കുന്നു. യു കെയർ അബൌട്ട് മൈ ഒപ്പീനിയൻ ആൻഡ് വി മേക്ക് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ടുഗെദർ. ഓക്കെ, ഇപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെയല്ല, നിങ്ങളായിരുന്ന സമയത്തിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന പല ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുള്ള സാഹചര്യത്തിൽ അത് അങ്ങനെയുള്ള ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അവർ ആരുടെയോ ഒരു അണ്ടറിലാണ്, അവരെടുക്കുന്ന ഡിസിഷനകത്ത് ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം ഒരു പേഴ്സൺ പറയുന്നത്. വെൻ ഐ ആം വിത്ത് യു ഐ ഫീൽ സേഫ് ഫ്രം ദ തിങ് ദാറ്റ് ഹർട്ട് മീ ഇൻസൈഡ്. ഓക്കെ, അവർക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്. ഇതൊന്നും കൂടാതെ ഒത്തിരി ട്രോമയിലൂടെ കടന്നു വന്ന പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ആ ഒരു വിഷമങ്ങളെല്ലാം അവർ മാറ്റി നിർത്തുക, ആ ഒരു ഇൻസെക്യൂർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ആ ഒരു ഇതൊക്കെ മാറി ഒരു സേഫ് ആണ് എന്നൊരു തോന്നല് നിങ്ങൾ അവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. യു ഹാവ് സച്ച് എ സ്പെഷ്യൽ എബിലിറ്റി ടു സീ ദ ഗുഡ് ഇൻ എവ്രി വൺ. ഓക്കെ, നിങ്ങൾക്ക് ഒരു നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവുണ്ട്, എല്ലാ കാര്യത്തിലും നല്ലത്, എല്ലാവരിലും നല്ലത് കാണാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു. യു ആർ ദ ഫോഴ്സ് ദാറ്റ് കീപ് മീ മൂവിങ് ഓൺ ഇൻ ലൈഫ് നോ മാറ്റർ വാട്ട്. ഓക്കെ, അവരിപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഫോഴ്സ്, പുറമേ നിന്നുള്ള ഒരു ഫോഴ്സ് നിങ്ങളാണ് എന്നുള്ളതാണ്. ആ ഒരു കാര്യം മാത്രമാണ്, ആ ഒരു മാറ്റർ മാത്രം നോക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. യു നോ മീ സോ വെൽ ഇൻസൈഡ് ആൻഡ് ഔട്ട്. ഓക്കെ, നീ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കി എന്നുള്ള കാര്യം എനിക്കറിയാം. ഇൻസൈഡിലും ഔട്ട്സൈഡിലും ഒക്കെ ഞാൻ എങ്ങനെയാണ്, എൻ്റെ മനസ്സിനുള്ളിലും എന്താണ്, പുറത്തും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നീ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നീ എന്നുള്ള കാര്യം അവർക്കറിയാം. അത് നിങ്ങളോട് അവർ പറയുകയാണ്. ഓക്കെ,
കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് സ്റ്റഡി. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. സെക്കൻഡ് ക്ലൂ നെക്സ്റ്റ് മന്ത്, സെപ്റ്റംബർ മന്ത്, ടീ ലവർ, ഗ്രീൻ കളർ, എബ്രോഡ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. മെസ്സി ഹെയർ സ്റ്റൈൽ, ഡ്രൈവർ, ഹെൽത്ത് ഇഷ്യൂസ്, പെയിന്റിംഗ്, റൈഡിംഗ്, 1997 days ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്പർ 33, 1988, November month, craze on vehicles, letter I, letter S, number 48, you can trust, 1984, നമ്പർ 42. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.